അസ്സലാമു അലൈക്കും. ഞാൻ ഡോക്ടർ റംസിയ സീതലവി. വെൽക്കം ടു അവർ നെക്സ്റ്റ് വീഡിയോ. ഇന്ന് നമ്മുടെ വീഡിയോ സപ്ലിമെന്റ് സീരീസ് അല്ല, ഖത്തറിൽ എങ്ങനെ ഫാർമസിസ്റ്റ് ആവാം എന്ന വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമന്റ്സും ഡൗട്ട്സും വന്നിട്ടുണ്ടായിരുന്നു. അതിലുള്ള ചില ഡൗട്ട്സ് മാത്രം ഞാൻ ഇന്ന് ക്ലിയർ ചെയ്യാനായിട്ട് വന്നേക്കാണ്. അപ്പം നമുക്ക് ഓരോ ഡൗട്ട്സിനുള്ള ആൻസേഴ്സ് പറയാം. എനിക്ക് വന്നിട്ടുള്ള മെയിൻ ഡൗട്ടുകളിൽ ഒരു ഡൗട്ടാണ്, നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഖത്തറിൽ വന്നിട്ട് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്യാൻ പറ്റുമോ? അതിനുള്ള ഉത്തരം പറ്റും. പക്ഷേ മിക്ക കമ്പനീസും അത് നോൺ പേ ആയിരിക്കും. കാരണം ട്രെയിനിങ് ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ കമ്പനീസ് അധികം ഇനിയിപ്പോൾ പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും അഹമ്മദ് സിദ്ര അതുപോലെ PHCCയിലാണെങ്കിലും അല്ലെങ്കിൽ റീറ്റെയിൽ അങ്ങനത്തെ ചെറിയ ചെറിയ ക്ലിനിക്കുകളിലൊക്കെ ആണെങ്കിലും അവർ നോൺ പേ ആയിട്ടാണ് ഇപ്പോൾ ട്രെയിനീസിനെ ഹയർ ചെയ്യാറുള്ളത്. നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് വരുന്ന ചില കമ്പനീസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ട്രെയിനീസിന് പേയ്മെൻറ്റോട് കൂടെ ട്രെയിനിങ് ചെയ്യാറുള്ളൂ. പിന്നെ ചില കമ്പനീസിന് ഇപ്പോൾ നമുക്ക് 2 ഇയേഴ്സ് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്, ഖത്തറിൽ നമുക്ക് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് ചില കമ്പനീസ് നമുക്ക് അങ്ങനെ ട്രെയിനിങ് ഒരു 3 months to 6 months വരെ ട്രെയിനിങ് ഒക്കെ തരാറുണ്ട്. അങ്ങനെയുള്ള കേസസിൽ ഒരു ചെറിയ പേയ്മെൻറ്റ് ഉണ്ടാവും, ട്രെയിനിങ് സാലറി ഉണ്ടാവും. പക്ഷേ അല്ലാത്ത കേസസിൽ 1 ഇയർ 2 ഇയേഴ്സ് ഒക്കെ ട്രെയിനിങ് ചെയ്യുമ്പോൾ നോൺ പേ ആയിരിക്കും. ഇനി അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഖത്തർ മിനിസ്ട്രിയിൽ MOPHൽ അല്ലെങ്കിൽ DHPയിൽ നമ്മൾ ഒരു ട്രെയിനിങ് റിക്വസ്റ്റ് കൊടുക്കണം. അപ്പം നമുക്ക് ഒരു ട്രെയിനിങ് ലെറ്റർ അവർ തരും. അതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എത്ര ഇയേഴ്സ് ഓഫ് ട്രെയിനിങ് നമ്മൾ ആവശ്യമാണെന്നുള്ളത്. മിക്ക ഹസ്ബൻഡ് വിസയിൽ അല്ലെങ്കിൽ ഫാദറിൻ്റെ വിസയിലുള്ള മക്കൾക്കാണെന്നുണ്ടെങ്കിൽ അധികം ട്രെയിനിങ് ചാൻസ് വരാറില്ല. ട്രെയിനിങ് ചെയ്യാൻ പറയാറില്ല. അവർക്ക് ഡയറക്റ്റ് ഇവാലുവേഷന് പോകാനാണ് ട്രെയിനിങ് ലെറ്ററിൽ വരാറുള്ളത്. എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ ആദ്യം ട്രെയിനിങ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൽ നമുക്ക് അറിയാൻ പറ്റാം. ഇനി എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ആരും ഇവിടെ വന്ന് ട്രെയിനിങ് ചെയ്യുക എന്നുള്ളത് ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം ഇവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ നല്ല പാടായിരിക്കും. ഇനി അല്ല ഫിനാൻഷ്യലി ഒക്കെ സ്റ്റേബിൾ ആണ്, നമുക്ക് പേയ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനുമാണ്. ഇപ്പോൾ ഇവിടെ വന്ന് അപ്പോൾ നമുക്ക് നല്ല ഖത്തർ എക്സ്പീരിയൻസും ആവും, നല്ലൊരു എക്സ്പോഷറും ആവും. അഹമ്മദ് സിദ്രയിലൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് സാലറി ഒന്നും ഇല്ലാതെ തന്നെ പക്ഷേ നമുക്ക് നല്ലൊരു എക്സ്പോഷർ കിട്ടും. അങ്ങനെയുള്ള കേസസിൽ നമുക്ക് അത് ചൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. എൻ്റെ വീഡിയോസിൽ ഫ്രീക്വൻ്റ് ആയിട്ട് കണ്ടുവരാറുള്ള അടുത്തൊരു കമൻ്റാണ്, ഡിപ്ലോമ ഇൻ ഫാർമസി അല്ലെങ്കിൽ DPharm കഴിഞ്ഞവർക്കുള്ള ഖത്തറിലുള്ള സ്കോപ്പ് എന്താണെന്നുള്ളത്. അവർക്കുള്ള പൊസിഷൻസ് ഫാർമസി ടെക്നീഷ്യൻ പൊസിഷൻ ആണ്, അല്ലാതെ ഫാർമസി അസിസ്റ്റൻ്റ് അല്ല. ഫാർമസി ടെക്നീഷ്യൻ പൊസിഷൻസ് ഹോസ്പിറ്റൽസിലാണ് മെയിൻ ആയിട്ട് അവൈലബിൾ ഉള്ളത്, അല്ലാതെ റീറ്റെയിൽസിലോ അല്ലെങ്കിൽ ചെറിയ മെഡിക്കൽ സെൻറ്റേഴ്സിലോ അവൈലബിൾ അല്ല. അതിന് അവർക്ക് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണം. ഇനി ഫാർമസി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റീറ്റെയിലൊക്കെ സാധാരണ അവർക്ക് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, ക്ലീനിങ്ങും അതുപോലെ അറേഞ്ച്മെന്റ്സും അങ്ങനത്തെ ആണ് അവരുടെ വർക്കായിട്ട് വരുന്നത്. അടുത്ത ഡൗട്ട്, ഖത്തർ പ്രോമെട്രിക് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അതിന് സാധാരണ നമ്മുടെ പഠിച്ച എല്ലാ ടെക്സ്റ്റ് ബുക്ക് ഒന്നും റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിലും അത് അത്രയും റെഫർ ചെയ്താൽ നമ്മൾ എത്തില്ല. കാരണം നമ്മൾ 2 months ഒക്കെ അല്ല നമ്മൾ സാധാരണ പഠിക്കാൻ എടുക്കുന്ന ടൈം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ നമ്മൾ കോച്ചിങ് സെൻറ്ററിൽ പോയി ചേരണം, അതല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് പഠിച്ചത്. പക്ഷെ ഞാൻ ചെയ്തത് ടെലഗ്രാമിൽ ഒരു ചാനലുണ്ട്, ഖത്തർ പ്രോമെട്രിക് എക്സാം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാനൽ കാണാൻ പറ്റും. അതിൽ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ കാൽക്കുലേഷൻസും എല്ലാ രീതിയിലുള്ള സ്റ്റഡി മെറ്റീരിയൽസും അവൈലബിൾ ആണ്. ഞാൻ അത് മാത്രമാണ് പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ എനിക്ക് നല്ല മാർക്സും ഉണ്ടായിരുന്നു ഈ പ്രോമെട്രിക് എക്സാമിന്. ഇപ്പോൾ സിലബസ് മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്തായാലും അതൊന്ന് റെഫർ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് വണ്, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ഇൻ ഖത്തർ, CP പൊസിഷൻ ഇൻ ഖത്തർ. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിനിക്കൽ ഫാർമസിസ്റ്റിന് പുതിയ ലൈസൻസ് വന്നിട്ടുണ്ട്. സാധാരണ ഉണ്ടായിരുന്നത് ഫാർമസിസ്റ്റിൻ്റെ അതേ ലൈസൻസ് തന്നെയായിരുന്നു. ഇപ്പോൾ CP ലൈസൻസ് അവൈലബിൾ ആണ്. എക്സാമും അതുപോലെ എക്സ്പീരിയൻസും എല്ലാം CP എക്സ്പീരിയൻസും അതുപോലെ സെപ്പറേറ്റ് എക്സാം ഒന്നുമില്ല. എക്സാം ഇപ്പോൾ ഫാർമസിസ്റ്റിൻ്റെ എക്സാം തന്നെയാണ് ഉള്ളത്. ഇനി അതും ചേഞ്ച് ആവാം, ഇന്നത്തെ ഡേറ്റ് അനുസരിച്ച് മാറിയിട്ടില്ല. പിന്നെ പൊസിഷൻസ് വളരെ നാട്ടിലത്തെ പോലെ തന്നെ വളരെ കുറവാണ് പൊസിഷൻസ്. സാധാരണ ഇതുപോലെ തന്നെ വലിയ വലിയ ഹോസ്പിറ്റൽസിൽ മാത്രമേ ഉള്ളൂ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് പൊസിഷൻസ് ഉള്ളൂ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ല, മിക്ക ഹോസ്പിറ്റൽസ് ഇവിടെ മെഡിക്കൽ സെൻറ്റേഴ്സാണ് അധികം കൂടുതലും, വളരെ കുറവാണ് ഹോസ്പിറ്റൽസ്. അപ്പോൾ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് പൊസിഷൻസ് ഉണ്ട്, മാക്സിമം നമ്മൾ അപ്ലൈ ചെയ്യുക. പിന്നെ കിട്ടുന്നതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും.
പിന്നെ എനിക്ക് വരാറുള്ള കമൻസ് എങ്ങനെയാണ് ഖത്തറിൽ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ജോബിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ അപ്ലൈ ചെയ്യാൻ ഇൻഡീഡ് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ അങ്ങനത്തെ വെബ്സൈറ്റുകളുണ്ട്. ലിങ്ക്ഡിനിലൊക്കെ നിങ്ങളുടെ പ്രൊഫൈൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. CV ആണെങ്കിൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വെക്കണം. ഒരുപാട് വേക്കൻസീസ് വരുമ്പോൾ അപ്പം തന്നെ മാക്സിമം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഡയറക്റ്റ് നമുക്ക് CV കൊണ്ടു കൊടുക്കാം. പ്രത്യേകിച്ച് റീറ്റെയിലൊക്കെ ആണെങ്കിൽ ഹെഡ് ഓഫീസിലൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽസിൻ്റെയും അതുപോലെ മെയിൻ റീറ്റെയിൽ ഇതിൻ്റെയൊക്കെ വെബ്സൈറ്റുകൾ കണ്ടുപിടിച്ച് അതിലൊക്കെ നമ്മുടെ CV അയച്ചു കൊടുക്കുക. ഇത്രയൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ അവരുടെ HR-ൻ്റെയൊക്കെ മെയിൽ ID നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ലിങ്ക്ഡിൻ ത്രൂ ആണെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത്രയാണ് ഇവിടെ നിന്നും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നാട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസീസ് ഇഷ്ടംപോലെയുണ്ട്. ഗവൺമെന്റിലൊക്കെ ആണെങ്കിൽ ജസീന ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ജെറി വർഗീസ് ഇതൊക്കെ നാട്ടിൽ നിന്ന് ഗവൺമെന്റിലേക്ക് ഹമദിലേക്കൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസീസ് ആണ്. അപ്പോൾ അവരുമായിട്ട് ഫേസ്ബുക്കിലൊക്കെ കോൺടാക്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് അവരുമായിട്ട് എപ്പോഴും ഒരു കോൺടാക്ട് നിലനിർത്തുക. CV ഒക്കെ അയച്ചു കൊടുക്കുക. നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് സാലറി അല്ലെങ്കിൽ അലവൻസ് ഒക്കെ കൂടുതലായിരിക്കും ലോക്കൽ ഹയറിങ്ങിനേക്കാൾ കൂടുതൽ. അപ്പോൾ ഗവൺമെന്റിലൊക്കെ നോക്കുന്ന ആൾക്കാർ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ട്രൈ ചെയ്യുക ഇങ്ങോട്ട് വരുമ്പോൾ. നാട്ടിൽ നിന്ന് അതുപോലെ റീറ്റെയിൽ ചെയിനുകളൊക്കെ നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ വെബ്സൈറ്റും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും വേക്കൻസീസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. അടുത്താണ് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ, ഖത്തറിലെ ഫാർമസിസ്റ്റിന് എത്രയാണ് സാലറി വരുന്നത് എന്നുള്ളത്. ഇവിടെ അത് റീറ്റെയിൽ അല്ലെങ്കിൽ മെഡിക്കൽ സെന്റർ അല്ലെങ്കിൽ ഗവൺമെന്റിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. മെയിനായിട്ട് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് 3500 ഖത്തർ റിയാൽ മുതൽ 8000 അല്ലെങ്കിൽ 9000 ഖത്തർ റിയാൽ വരെയാണ്. ഈ ഗവൺമെന്റിലൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ ഒരു 8000 ഖത്തർ റിയാലൊക്കെ ബേസിക് സാലറി ആയിട്ട് കിട്ടും. പിന്നെ റീറ്റെയിൽ അല്ലെങ്കിൽ മെഡിക്കൽ സെന്റേഴ്സ് അല്ലെങ്കിൽ ക്ലിനിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ റീറ്റെയിലായിരിക്കും കമ്പാരിറ്റീവ്ലി സാലറി കൂടുതൽ ഉണ്ടാവുക. മെഡിക്കൽ സെന്റേഴ്സിലൊക്കെ സാലറി കുറവായിരിക്കും. പിന്നെ റീറ്റെയിലിൽ സാലറിക്ക് പുറമെ ഇൻസെൻറ്റീവും ലഭിക്കും. പിന്നെ റീറ്റെയിൽ അല്ലെങ്കിൽ മെഡിക്കൽ സെന്റേഴ്സിനെ അത് അവിടുത്തെ സാലറി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ മാനേജ്മെന്റ് ഏതാണെന്നനുസരിച്ചായിരിക്കും. ഈ അറബിക് ബേസ്ഡ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സാലറി കൂടുതലായിരിക്കും. ഇത്രയാണ് സാലറിയെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.